ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജൂസ് കിച്ചൻ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഉപ്പുമാവാണ് തയ്യാറാക്കുവാനായിട്ട് പോകുന്നത്. പലരും പല രീതിയിലാണല്ലോ ഉപ്പുമാവ് തയ്യാറാക്കുക. എന്നാൽ ഈ ഒരു ഉപ്പുമാവ് നമ്മൾ പുട്ടുപൊടിയൊക്കെ നല്ല പൊടിഞ്ഞ് വരത്തില്ലേ, അതുപോലെ നല്ല പൊടിയായിട്ടുള്ള അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് നമ്മൾക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർക്കും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇച്ചിരി വലിയ തരിയായിട്ടുള്ള റവയാണിത്. നമ്മൾ സാധാരണ എടുക്കുന്നതിൽ നിന്നും കുറച്ചുകൂടെ തരിയായിട്ടുള്ള റവയാണ്. ഇനി നമ്മൾക്ക് വേണ്ടുന്നത് ഒരു സവാളയാണ്, പച്ചമുളക്, ബീൻസ് ചതുര കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടുന്നത് ക്യാരറ്റാണ്. അതും ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ബൗൾ, അതായത് 1 കപ്പ് ആണ് രണ്ടും ക്യാരറ്റും ബീൻസും ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് തയ്യാറാക്കാനായിട്ട് ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരല്പം കടുക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിയാൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറിൽ നന്നായിട്ട് നമ്മൾക്ക് ഫ്രൈ ആയിട്ട് കിട്ടണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയി വരുന്നവരെയും നമ്മൾക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെറുതെ വഴറ്റിയെടുത്താൽ മാത്രം പോരാ, സവാള നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമ്മുടെ ഉപ്പുമാവിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പം നമ്മളുടെ സവാള ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, 4 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വേണ്ടുന്ന വെജിറ്റബിൾസ്, ക്യാരറ്റ്, അത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത്ര തന്നെ ബീൻസും എടുത്തിട്ടുണ്ട്. രണ്ടും ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തീരെ ചെറുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വെജിറ്റബിളിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റും ബീൻസുമെല്ലാം ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ 1 ഗ്ലാസിൻ്റെ അളവിലാണ് നമ്മുടെ റവ എടുത്തിട്ടുള്ളത്. അപ്പം അതിന് ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പം ഇത് നമ്മൾ സാധാരണ എടുക്കുന്ന റവയിനേക്കാട്ടിലും കുറച്ചും കൂടി വലിയ തരിയായിട്ടുള്ള റവയാണ് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. സാധാരണ റവയാണെങ്കിൽ നമ്മൾക്ക് 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം മതിയാവും. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട്, കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒന്നിച്ച് തട്ടിയിട്ട് കൊടുത്താൽ കട്ട കെട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇളക്കിയും കൂടെ കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കുക. അതുപോലെ വെള്ളം കൂടിപ്പോയാലും നമുക്ക് പരുവത്തിന് കിട്ടത്തില്ല. ഇനി ഒരു അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ റവയെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരും. ആ ഒരു പാകത്തിന് വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം നമ്മളുടെ ഉപ്പുമാവിടെ പാകത്തിന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ ഉപ്പുമാവ് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഉപ്പുമാവ് ഇഷ്ടപ്പെടും. ചിലർക്കൊക്കെ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവരും ഈ രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല പൊടിഞ്ഞ് കിടക്കുകയും ചെയ്യും. അതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവ് നമ്മൾക്ക് തയ്യാറാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണല്ലോ ഉപ്പുമാവ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ടും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഓർക്കുമല്ലോ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.